സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധിക തസ്തികകൾ അനുവദിച്ചു. സർക്കാർ മേഖലയിലെ 552 സ്കൂളുകളിൽ 915 അധിക തസ്തികകളും 658 എയ്ഡഡ് സ്കൂളുകളിൽ 1304 തസ്തികകളുമാണ് അനുവദിച്ചത്. KR സാജു വിശദാംശം നൽകും. സാജു, സ്കൂൾ തുറക്കാനിരിക്കെ വലിയ ആശ്വാസകരമായ നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എങ്ങനെയാണ് ഈ നടപടികളിലേക്ക് സർക്കാർ എത്തുന്നത്? സൈഫുദ്ദീൻ, 2024-25 വർഷത്തിൽ നടത്തിയ തസ്തിക നിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പുതിയ തസ്തികകൾ അനുവദിച്ചിരിക്കുന്നത്. അതുപ്രകാരം സർക്കാർ മേഖലയിലെ 552 സ്കൂളുകളിൽ 915 അധിക തസ്തികകളാണ് അനുവദിച്ചിരിക്കുന്നത്. അധ്യാപക അനധ്യാപക തസ്തികകൾ ചേർത്തുള്ളതാണ് ഇത്. 658 എയ്ഡഡ് സ്കൂളുകളിലായി 1304 അധിക തസ്തികകളും അനുവദിച്ചിട്ടുണ്ട്. ആകെ 1210 സ്കൂളുകളിലായി 2219 അധ്യാപക അനധ്യാപക തസ്തികകളാണ് അനുവദിച്ചിരിക്കുന്നത്. 1/10/2024 തീയതി പ്രാബല്യത്തിൽ വരുന്ന മുൻകാല പ്രാബല്യം ഉള്ള രീതിയിലാണ് ഇത് ഉണ്ടാവുക. ഇതിനകത്ത് മലപ്പുറം ജില്ലയിലെ നിയമനങ്ങളുടെ പട്ടിക ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുന്നതിനാൽ അവിടെ കോഡ് ഓഫ് കണ്ടക്ട് നിർബന്ധമാണ്. ആ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പ്രഖ്യാപിക്കാൻ മന്ത്രിസഭാ യോഗത്തിന് കഴിയുള്ളൂ. ആ ജില്ലയിലെ അധ്യാപക അനധ്യാപക തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് ചട്ടം അവസാനിക്കുന്നതിന് ശേഷമായിരിക്കും സർക്കാർ പ്രഖ്യാപിക്കുക. സർക്കാർ സ്കൂളുകളിലെ അധിക തസ്തികകളിൽ തസ്തിക നഷ്ടം സംഭവിച്ച ജീവനക്കാരെ ക്രമപ്പെടുത്തിയതിന് ശേഷം മാത്രമായിരിക്കും പുതിയ നിയമനം നടത്താൻ പാടുള്ളൂ എന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ തസ്തികകളിൽ KER അധ്യായം ചട്ടം 7(2) പ്രകാരം അനുസരിച്ച് മാത്രമേ നിയമനം സാധ്യമാകുള്ളൂ. തസ്തിക നഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഈ തസ്തികയിൽ ആരും തുടരുകയോ ശമ്പളം കൈപ്പറ്റുകയോ ചെയ്യുന്നില്ലെന്ന് വിദ്യാഭ്യാസ ഓഫീസറും ട്രഷറിയിലെയും സ്പാർക്കിലെയും ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കണം പുതിയ നിയമനങ്ങൾക്ക് സാധൂകരണം നൽകേണ്ടത് എന്ന തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സൈഫുദ്ദീൻ, ശരി. KR സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.